ഹലോ എവരിവൺ, ഞാൻ വിഷ്ണു. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് വെളിനാട്ടിൽ ബാൻ ചെയ്ത പ്രൊഡക്റ്റ് ഇപ്പോഴും ഇന്ത്യയിൽ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. വെളിനാട് പറഞ്ഞാൽ വെളി രാജ്യങ്ങളിൽ ബാൻ ചെയ്ത പ്രൊഡക്റ്റ് എന്തെല്ലാമാണ് ഇപ്പോഴും ഇന്ത്യയിൽ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് ഞാൻ സെലക്ട് ചെയ്തിട്ടുള്ള കുറച്ച് പ്രൊഡക്ട്സ് ഉണ്ട്. ഞാൻ സെലക്ട് ചെയ്തിട്ടുള്ള 8 കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ കാണാൻ പോകുന്നത്. സോ വീഡിയോയ്ക്ക് പോകുന്നതിന് മുമ്പ് സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ പേര് സബ്സ്ക്രൈബ് ചെയ്യാനാണ്. സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമാണ് ഞങ്ങളുടെ ഓരോ വീഡിയോ നിങ്ങൾക്ക് എത്തിച്ചേരുന്നത്. സോ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ആദ്യത്തെ കാര്യം വരുന്നത് പാൽ. ഇതെന്താ പാലൊക്കെ ബാൻ ചെയ്യും പറഞ്ഞിട്ട് വിചാരിക്കുന്നുണ്ടാവും. സംഭവം എന്താ വെച്ചാൽ ഇത് ബാൻ ചെയ്തിരിക്കുന്നത് അമേരിക്ക ആൻഡ് യൂറോപ്പ്, ഈ 2 രാജ്യങ്ങളിലാണ്. അതായത് സംഭവമൊന്നുമില്ല, ഈ പാല് വന്നിട്ട് കാച്ചിയ പാൽ അവർക്ക് വിൽക്കാൻ പാടുള്ളൂ. അതായത് പച്ച പാല് വന്നിട്ട് വിൽക്കാൻ പാടില്ല. അതാണ് ആ നാട്ടിലെ റൂള്. പക്ഷെ നമ്മുടെ നാട്ടിലൊക്കെ എടുത്ത് നോക്കും, നമ്മുടെ നാട്ടിൽ ഫ്രഷ് പാലാണെങ്കിൽ മാത്രമാണ് നമ്മൾ വാങ്ങുക, എല്ലാവരും നമ്മൾ വാങ്ങാൻ നിൽക്കില്ല. ഈവൻ നമ്മുടെ മുത്തശ്ശന്മാരൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ പറയും, അവർ വന്നിട്ട് പച്ചപ്പാൽ കുടിച്ചിട്ടുണ്ടാവും. ഇതെങ്ങനെ എനിക്കറിയാവുന്ന, എൻ്റെ മുത്തശ്ശൻ കുടിച്ചിട്ടുണ്ട് പച്ചപ്പാൽ. പണ്ട് കാലങ്ങളിൽ ഈ പശുവിനൊക്കെ കറന്നിട്ട് അപ്പം തന്നെ കുടിക്കുന്ന പരിപാടിയൊക്കെ ഉണ്ട് പണ്ടത്തെ ആൾക്കാർക്ക്. അങ്ങനെ ഇരിക്കെ ഒരു അമേരിക്ക, യൂറോപ്പ് പറയുന്ന രാജ്യങ്ങളിൽ ഇങ്ങനെ പച്ചപ്പാൽ വിൽക്കരുത്. ഈവൻ അതാണ് അവിടുത്തെ റൂള്. സംഭവം എന്താ വെച്ചാൽ അത് ബാൻ ചെയ്യാനുള്ള റീസൺ എന്താ വെച്ചാൽ ഈ പച്ചപ്പാലിൽ വന്നിട്ട് ബാക്ടീരിയ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. സോ അത് ഹീറ്റ് ചെയ്തിട്ട് ഹീറ്റ് ചെയ്യുക, തിളപ്പിക്കാന്നൊക്കെ പറയുക. തിളപ്പിച്ചതിന് ശേഷം മാത്രമാണ് അത് വിൽക്കാവുന്നത്. അതാണ് അവിടുത്തെ റൂൾ. അതുകൊണ്ടാണ് അവിടെ ബാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ രണ്ടാമത് ബാൻ ചെയ്ത കാര്യം എന്താ വെച്ചാൽ വിക്സ്. അതായത് നമുക്കൊരു തലവേദന വന്നു കഴിഞ്ഞാൽ നമ്മൾ ഫസ്റ്റ് എടുത്ത് തേക്കുന്ന സാധനം വിക്സാണ്. വിക്സൊക്കെ ബാൻ ചെയ്യുമോ ചോദിച്ചാൽ ബാൻ ചെയ്യും. അതായത് ബാൻ ചെയ്തിട്ടുള്ള രാജ്യത്തെ ഏതാ വെച്ചാൽ ജപ്പാനാണ്. സംഭവം വന്നിട്ട് അവിടെ ബാൻ ചെയ്യാനുള്ള മെയിൻ റീസൺ എന്താ വെച്ചാൽ ആ വിക്സിൽ ഈ കൊടിയൻ പറഞ്ഞിട്ടൊരു മെഡിസിൻ വന്നിട്ട് അതിൽ ആഡഡ് ആണ്. സംഭവം എന്താ വെച്ചാൽ ആ നാട്ടിലെ ജനങ്ങൾ, ആ നാട്ടിലെ ഗവൺമെൻറ് വന്നിട്ട് എന്താ പറയുക, ആ ഒരു മെഡിസിനെ വിശ്വസിക്കുന്നില്ല. ലൈക്ക് അതവർ ആ ഒരു പ്രത്യേകതരം ആ ഒരു പ്രൊഡക്റ്റിനെ അവർ വിശ്വസിക്കുന്നില്ല. സോ അതുകൊണ്ടാണ് ആ നാട്ടിൽ അത് ബാൻ ചെയ്തത്. സോ എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ, നിങ്ങൾ സപ്പോസ് ജപ്പാനിൽ പോകുകയെന്ന് വെച്ചാൽ ഈ വിക്സ് ഒന്നും കൈ കൊണ്ട് പോകരുത്. കാരണം കൈ കൊണ്ട് പോയി കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് ഒരു ഫൈൻ കിട്ടും. സോ അതങ്ങനെ ഒഴിവാക്കാം. സോ അടുത്ത കാര്യം, മൂന്നാമത്തെ കാര്യം എന്താ വെച്ചാൽ ഇത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യമാണ്. ജെല്ലി എന്ന് പറയുന്ന ചോക്ലേറ്റ് നമുക്ക് ഈസി ആയിട്ട് കിട്ടുന്ന ഒരു ചോക്ലേറ്റാണ്. സംഭവം വന്നിട്ട് വെളിനാട്ടിൽ ഇത് ബാൻ ചെയ്യാനുള്ള മെയിൻ റീസൺ എന്താ വെച്ചാൽ, വെളിനാടെന്നല്ല ഒരുപാട് കൺട്രീസിൽ അത് ബാൻ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇന്ത്യയിൽ അത് ഈസി ആയിട്ട് കിട്ടും. അവർ ബാൻ ചെയ്യാനുള്ള റീസൺ എന്താ വെച്ചാൽ, ഈ ചെറിയ കുട്ടികളുണ്ടല്ലോ, അവരത് കഴിക്കുന്ന സമയത്ത് പൊതുവെ ഈ ചോക്ലേറ്റൊക്കെ ഇങ്ങനെ ഉറിഞ്ചി കഴിക്കണം. അത് വന്നിട്ട് ഇങ്ങനെ എന്താ പറയുക, അത് ചിലപ്പോൾ ചെറിയ കുട്ടികൾക്ക് തൊണ്ടയിൽ പോയി നിൽക്കാനുള്ള ചാൻസ് ഒരുപാട് കൂടുതലാണ്. സോ തൊണ്ടയിൽ കുടുങ്ങിയാൽ അറിയാലോ എന്താ സംഭവിക്കുകയാണ്. സോ അതുകൊണ്ട് ഒരുപാട് രാജ്യങ്ങളിൽ അത് ബാൻ ചെയ്യുന്നുണ്ട്. അടുത്തത് നാലാമത്തെ കാര്യം എന്താ വെച്ചാൽ, നാലാമത്തെ ബാൻ ചെയ്ത കാര്യം എന്താ വെച്ചാൽ പെസ്റ്റിസൈഡ്സ് വന്നിട്ട് അറൗണ്ട് 60ഓളം പെസ്റ്റിസൈഡ്സ് ഒരുപാട് കൺട്രീസിൽ ബാൻ ചെയ്ത പെസ്റ്റിസൈഡ്സ് ഇന്ത്യയിൽ യൂസ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ മെയിൻ കാരണം എന്താ വെച്ചാൽ ആ പെസ്റ്റിസൈഡ്സൊക്കെ ചീപ്പായി കിട്ടുന്നുണ്ട്, അതായത് വില കുറവായിട്ട് കിട്ടുന്നുണ്ട്. അപ്പോൾ ഈ കർഷകന്മാർ പറഞ്ഞാൽ ഭയങ്കര കഷ്ടപ്പെട്ട് ജീവിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ അവരെന്ന് പറഞ്ഞാൽ അവരറിയാണ്ടത് യൂസ് ചെയ്ത് പോകും. അപ്പോൾ അങ്ങനെ യൂസ് ചെയ്യുന്ന സമയത്ത് ഓരോ പ്രൊഡക്റ്റ് ആവട്ടെ, ഓരോ പച്ചക്കറി ആവട്ടെ, ആ പച്ചക്കറിയിൽ പെസ്റ്റിസൈഡ്സ് വന്നിട്ട്, അതായത് അത് വളരാൻ മാത്രമല്ലാണ്ട് ആ ഒരു ഇപ്പോൾ ഒരു എന്താ പറയുക, വെണ്ടയ്ക്കാണ് പറഞ്ഞാൽ വെണ്ടയ്ക്കയിൽ ആ പെസ്റ്റിസൈഡ്സ് ആവുകയാണ്. സോ കഴിക്കുന്ന സമയത്ത് നമുക്കും അത് ഏൽക്കും. സോ അതുകൊണ്ട് ഞാൻ പറയുന്ന കാര്യം എന്താ വെച്ചാൽ, എന്തായാലും പെസ്റ്റിസൈഡ്സ് ഇല്ലാത്ത സംഭവങ്ങൾ വളരെ കുറവാണ്. അതുകൊണ്ട് നിങ്ങൾ മാക്സിമം വിത്തുകളൊക്കെ കിട്ടും. ഇപ്പോൾ വീട്ടിൽ കുറച്ച് സ്ഥലമൊക്കെ ഉണ്ട് വെച്ചാൽ വീട്ടിൽ തന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ പാകുക. ഈ തക്കാളി, വെണ്ടയ്ക്ക, വഴുതിരിങ്ങ, ഇങ്ങനെയുള്ള കാര്യമൊക്കെ നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കണം. നമുക്ക് ഫ്രഷ് ആയിട്ടുള്ള സംഭവങ്ങൾ കിട്ടും. അപ്പോൾ അതാണ് നാലാമത്തെ കാര്യം. അതായത് അടുത്തത് പറയുമ്പോൾ അഞ്ചാമത്തെ കാര്യമാണ്. അഞ്ചാമത്തെ എന്താ വെച്ചാൽ തേൻ. അതായത് നമ്മുടെ നാട്ടിൽ തേൻ എന്ന് പറയുന്നത് പല അസുഖത്തിൻ്റെയും ഒരു എന്താ പറയുക മരുന്നായിട്ട് യൂസ് ചെയ്യുന്ന സാധനമാണ് തേൻ. അതായത് ഇതെങ്ങനെ ബാൻ ചെയ്തു വെച്ചാൽ, ബാൻ ചെയ്തത് ഇന്ത്യയിൽ തന്നെയാണ്. അതായത് ഇന്ത്യയിൽ ഒരുപാട് കമ്പനികൾ, തേനിൻ്റെ ഒരുപാട് കമ്പനികൾ ഉണ്ടാവില്ല, ഹണീൻ്റെ കമ്പനികൾ. ഈ കമ്പനികളൊക്കെ ഇവിടെ മാനുഫാക്ചർ ചെയ്തിട്ട് എക്സ്പോർട്ട് ചെയ്യുന്ന സമയത്ത് അവരിങ്ങനെ ക്വാളിറ്റി ചെക്ക് ചെയ്യുമല്ലോ. പൊതുവേ തേൻ എന്ന് പറയുന്നത് കേടുവരാത്തൊരു സാധനമാണ്. പക്ഷേ അവർ എക്സ്പോർട്ട് ചെയ്ത തേനുകൾ കേടുവന്നു പോയി. അതുകൊണ്ട് അത് ബാൻ ചെയ്തു. അതിൻ്റെ ഒരു കാര്യം പറഞ്ഞുതരാം. സമം വന്നിട്ട് ഈ നാട്ടിൽ നമ്മൾ ഇങ്ങനെ വില്ലേജ്, അതായത് നമ്മളിങ്ങനെ ഗ്രാമങ്ങളിൽ നിന്നൊക്കെ തേനുകളൊക്കെ എടുക്കുമല്ലോ, ആ ടൈപ്പല്ല. ഇവർ വന്നിട്ട് ചില ഒരുപാട് ഫാമുകൾ വെച്ചിട്ട് ആ ഫാമിൽ കൃത്രിമമായിട്ട് ഇങ്ങനെ തേനീച്ചകൾ വളർത്തിയിട്ട് ആ തേനീച്ചകൾക്ക് എന്താ പറയുക, ആ ഹണി അതായത് തേൻ വന്നിട്ട് കേടുവരാതിരിക്കാൻ പല ആൻറ്റിബയോട്ടിക് തിങ്സൊക്കെ അതിൽ ആഡ് ചെയ്തിട്ട്, അതുകൊണ്ടാണ് ആ തേനുകൾക്ക് ബാൻ ചെയ്യാനുള്ള മെയിൻ റീസൺ. അപ്പം ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ,
നിങ്ങൾ മാക്സിമം നമ്മൾ ഒരുപാട് അസുഖത്തിന് യൂസ് ചെയ്യുന്ന സംഭവമാണ് ഈ തേൻ. സോ തേൻ വാങ്ങുന്ന സമയത്ത് ഈ ഗ്രാമങ്ങളിൽ നിന്ന് ചില ആൾക്കാർ തേൻ ഡയറക്റ്റായിട്ട് പോയിട്ട് എടുത്തിട്ട് വരാറുണ്ട്. നമ്മുടെ ഒരുവിധം വീടിൻ്റെ അടുത്തൊക്കെ നമ്മൾ അന്വേഷിച്ച് കഴിഞ്ഞാൽ കിട്ടും. അങ്ങനെയുള്ള തേനൊക്കെ വാങ്ങാം. മാക്സിമം ഇങ്ങനെ ബ്രാൻഡഡ് ആയിട്ടുള്ള ഒരുപാട് തേനുകളുണ്ട്. അതിൻ്റെ പേരൊന്നും ഞാൻ പറയുന്നില്ല. ബാൻ ചെയ്ത തേനുകൾ ഏതൊക്കെയാണെന്ന് വെച്ചാൽ നിങ്ങൾ ജസ്റ്റ് ഗൂഗിളിൽ പോയി സെർച്ച് ചെയ്താൽ മതി, കിട്ടും. സോ അതാണ് 5ാമത്തെ കാര്യം. 6ാമത്തെ ബാൻ ചെയ്ത കാര്യം എന്താ വെച്ചാൽ ടൊമാറ്റോ കെച്ചപ്പ്. അതായത് ഇത് ഭയങ്കര രസകരമായിട്ടുള്ള കാര്യമാണ്. ഇതൊക്കെ ബാൻ ചെയ്യുമോ ചോദിച്ചു കഴിഞ്ഞാൽ ബാൻ ചെയ്യും. ബാൻ ചെയ്തിട്ടുള്ള രാജ്യം ഏതാ വെച്ചാൽ ഫ്രാൻസിലാണ് ഇത് ബാൻ ചെയ്തിരിക്കുന്നത്. അതിൻ്റെ റീസൺ എന്താ വെച്ചാൽ ഫ്രാൻസിൽ അവിടുത്തെ ലോക്കൽ ഫുഡുകളൊക്കെ ഉണ്ടല്ലോ, ആ ഫുഡുകളൊന്നും അവിടുത്തെ ആൾക്കാർ മാക്സിമം കഴിക്കുന്നില്ല. എല്ലാവരും ഈ ടൊമാറ്റോ കെച്ചപ്പിൻ്റെ പിന്നാലെയാണ് എന്നൊക്കെ പറഞ്ഞിട്ടാണ് ആ നാട്ടിൽ അത് ബാൻ ചെയ്തത്. പക്ഷെ അത് പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പം നമ്മുടെ നാട്ടിൽ ഈ അരികൾ, നമ്മുടെ നാട് എന്ന് പറഞ്ഞാൽ കൂടുതലും കൃഷിക്കാരുള്ള നാടാണ്. സോ അരികൾ കഴിക്കുന്നത് കുറവാക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലും ഇതുപോലെ പല പല കാര്യങ്ങളും ബാൻ ചെയ്യും. അപ്പോൾ അതാണ് 6ാമത്തെ കാര്യം. ഇനി നമുക്ക് 7ാമത്തെ കാര്യമാണ് ഇനി അടുത്ത് പറയാൻ പോകുന്നത്. അതെന്താ വെച്ചാൽ ജോയ്. ഈ ജോയ് എന്ന് പറയുന്നതിൽ ഒരു കെമിക്കലോ ഒരു ഐറ്റമോ അതിലില്ല. അതായത് ബാഡായിട്ടുള്ള ഒരു കാര്യം തന്നെ അതിൽ ചേർക്കുന്നില്ല. എങ്കിലും ചില രാജ്യങ്ങൾ അതിൽ ബാൻ ചെയ്തിട്ടുണ്ടായിരുന്നു കുറേ കാലങ്ങൾക്ക് മുമ്പ്, കുറച്ച് കാലം. അതെന്താ വെച്ചാൽ റീസൺ എന്താ വെച്ചാൽ ഈ ജോയിൻ്റെ കൂടെ തന്നെ കുറേ ടോയ്സ് വരും, കുട്ടി കുട്ടി ടോയ്സ്. ഇത് ചെറിയ കുട്ടികൾ കഴിച്ചിട്ട് ഇങ്ങനെ തൊണ്ടയിലൊക്കെ പോയി ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു. ആ ഒരു റീസൺ കൊണ്ടാണ് ഇത് ബാൻ ചെയ്തത്. ഈവൻ ഇന്ത്യയിലടക്കം കുറച്ച് കാലം മുമ്പ് ബാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതിനുശേഷം ആൾക്കാർ ഇങ്ങനെ ടോയ് ഇല്ലാതെ ഇറക്കാൻ തുടങ്ങിയത്. അതാണ് 7ാമത്തെ കാര്യം. ഇനി 8ാമത്തെ കാര്യം വന്നിട്ട് ഭയങ്കര രസകരമായിട്ടുള്ള കാര്യമാണ്. അതെന്താ ഞാൻ പറഞ്ഞുതരാം. പോൺ ബാൻ. അതായത് അതെന്താണെന്ന് ഞാൻ പറയേണ്ട കാര്യമില്ല. അതായത് പോൺ വീഡിയോസൊക്കെ ബാൻ ചെയ്തു. അതായത് ഒരുപാട് രാജ്യങ്ങൾ അത് ബാൻ ചെയ്തിട്ടുണ്ട്. ബാൻ ചെയ്തതിലെ മെയിൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 രാജ്യം ഏതൊക്കെയാ വെച്ചാൽ പാകിസ്ഥാൻ, നോർത്ത് കൊറിയ. ഈ 2 രാജ്യങ്ങളാണ് കറക്റ്റായിട്ട് ബാൻ ചെയ്തിരിക്കുന്നത്. സംഭവം ഈവൻ ഇന്ത്യയിലടക്കം കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് അത് ബാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ബാൻ ചെയ്താൽ പോലും എങ്ങനെയൊക്കെ ലിങ്കിലൊക്കെ കയറി ഏതെങ്കിലുമൊക്കെ ആപ്പൊക്കെ യൂസ് ചെയ്ത് നമ്മളവിടുത്തെ പിള്ളേർ എങ്ങനെയെങ്കിലൊക്കെ അത് കാണും. സോ ഈ പറഞ്ഞ 8 കാര്യങ്ങളാണ് ഞാൻ സെലക്ട് ചെയ്തിട്ടുള്ള വെളി രാജ്യങ്ങളിൽ ബാൻ ചെയ്തിട്ട് ഇന്ത്യയിൽ ഇപ്പോഴും യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ. സോ നിങ്ങൾക്കിതിൽ ഏതെങ്കിലും ഇൻട്രസ്റ്റിംഗ് ആയി തോന്നി, നിങ്ങൾക്ക് അറിയുന്ന ഒരുപാട് ബാൻ ചെയ്ത എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്ന് വെച്ചാൽ കമൻറ്റിൽ പറഞ്ഞാൽ മതി. സോ ദാറ്റ്സ് ഓൾ ഗൈസ്. ഹാവ് എ നൈസ് ഡേ.